സംവിധായകൻ ജോഷിയുടെ പനമ്പിള്ളി നഗറിലെ വീട്ടിൽ കയറിയ കള്ളനെ പിടിച്ചു. കവർച്ച നടത്തിയത് ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദാണ്. കർണാടകത്തിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടിച്ചത്. ഇന്നലെ പുലർച്ചെ നടത്തിയ മോഷണത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് കർണാടക പോലീസിന്റെ പിടിയിലായത്. 12 സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഷാദ്. ബീഹാറിലെ റോബിൻഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചി പോലീസ് 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. ജോഷിയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും മറ്റൊരു CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറിന്റെ ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാർ പോയ വഴി കേരള പോലീസ് പരിശോധിച്ചു. തുടർന്നാണ് ഈ കാർ കർണാടക അതിർത്തി കടന്നുപോയതായി മനസ്സിലായി. തുടർന്ന് കേരള പോലീസ് കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിയിൽ വെച്ച് ഇർഷാദിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി. ഈ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ അധികം വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. പ്രതി വലയിലായ വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചു. ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന. ജോഷിയുടെ വീടിനെക്കുറിച്ച് ഉൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്ക വിധത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ നടന്ന മോഷണത്തിൽ 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് പ്രതി കവർന്നത്. പനമ്പിള്ളി നഗറിലെ 10B ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ ഇന്നലെ രാത്രി 1:30നും 2:00നും ഇടയിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻഭാഗത്തു കൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് 1 സെറ്റ് വജ്ര നെക്ലസ്, 10 വജ്രമോതിരങ്ങൾ, 12 വജ്രക്കമ്മൽ, 2 സ്വർണ്ണമോതിരം, 10 സ്വർണ്ണമാലകൾ, 10 സ്വർണ്ണവള, 10 വാച്ചുകൾ എന്നിവയാണ് കവർന്നത്. ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപത്തെത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. മോഷ്ടാവ് CCTV ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചതിനാൽ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കാതിരുന്നത് പോലീസിന് വെല്ലുവിളിയായിരുന്നു. കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് എന്നതും അന്വേഷണത്തിൽ പ്രതിസന്ധി തീർത്തു. റിപ്പോർട്ടർ, കൊച്ചി.